പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുടെ കസ്റ്റഡി അപേക്ഷ ആലത്തൂർ കോടതി ഉടൻ പരിഗണിക്കും. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലുമായി 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രതി ചെന്താമരയെ 10:55 കോടതിയിലെത്തിക്കും. കസ്റ്റഡി അനുവദിച്ചാൽ ഇന്നു തന്നെ തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് 400 പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാകും തെളിവെടുപ്പ് നടത്തുക. കൂടുതൽ വിവരങ്ങളുമായി കോടതിയിൽ നിന്നും ലെവിൻ കെ വിജയനും നെന്മാറയിൽ നിന്ന് പ്രസാദ് ഉറുമ്പശ്ശേരിയും ചേർന്നുണ്ട്. ആദ്യം ലെവിൻ കെ വിജയനിലേക്കാണ്. ലെവിൻ, എപ്പോഴേക്ക് കോടതിയിൽ ഹാജരാക്കും ചെന്താമരയെ? സേതു, തൃശൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ നിന്നും പ്രതിയുമായി ആലത്തൂർ CI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പന്നിയങ്കര ടോൾ പ്ലാസ പിന്നിട്ട് പോലീസ് സംഘം പ്രതിയുമായി എത്തുന്നു. 10:55 പ്രതിയെ ആലത്തൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ. അതിനു മുന്നോടിയായി ഈ കോടതി പരിസരത്തും അടക്കം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 10:55 പ്രതിയെ എത്തിച്ച് വേഗത്തിൽ തന്നെ ആദ്യത്തെ കേസായി ഈ പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. അതിനുശേഷം പോലീസിന് ഇന്ന് തന്നെ പ്രതിയെ വിട്ടുകിട്ടുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്ന് പ്രതിയെ വിട്ടുകിട്ടിയാൽ ഇവിടുന്ന് വലിയ താമസമില്ലാതെ കോടതിയിൽ നിന്ന് നേരിട്ട് കൊലപാതകം നടന്ന പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലേക്കായിരിക്കും എത്തിക്കുക. അവിടെ എത്തിച്ച് തെളിവെടുപ്പടക്കം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം പ്രതിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങളും പോലീസ് ആലോചിക്കുന്നുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ എത്തിച്ചുള്ള തെളിവെടുപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിൽ മാത്രമായിരിക്കും തെളിവെടുപ്പ് നടക്കുക എന്നുള്ള സൂചനകളാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. നിലവിൽ സുരക്ഷയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. സംഘർഷ സാധ്യത അടക്കം കണക്കിലെടുത്തുകൊണ്ട് വലിയ സംവിധാനങ്ങൾ തന്നെ ഇതിനോടകം ഒരുക്കിയിട്ടുണ്ട്. ഒരു IPS ട്രെയിനി ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ 3 DYSPമാരും 11 CIമാരും അടങ്ങുന്ന 400-ലധികം പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി തയ്യാറെടുത്തിരിക്കുന്നത്. വലിയ ജനകീയ പ്രതിഷേധത്തിന് കൂടി കാരണമായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതിയെ അല്പസമയത്തിനകം കോടതിയിൽ എത്തിക്കും. ആദ്യ കേസായി തന്നെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സേതു, ഓക്കെ ലെവലിലേക്ക് മടങ്ങി വരാം. പ്രസാദ് ഉറുമ്പശ്ശേരി കൂടിയുണ്ട് നെന്മാറയിൽ നിന്ന്. പ്രസാദ്, ഈ നെന്മാറയിലേക്ക് പ്രതിയെ എത്തിക്കുമ്പോൾ പോലീസിന് കൂടുതൽ കരുതണം. കാരണം ജനം ഇപ്പോഴും ആ പ്രതിഷേധത്തിൽ തന്നെയാണ്. ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യവും കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പോലീസ് വിന്യാസവും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ നടന്ന കൃത്യം വീണ്ടും പുനരാവിഷ്കരിക്കുമെന്നൊക്കെ നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. അതൊക്കെ ഇന്ന് തന്നെ ഉണ്ടാകുമോ? എന്താണ് നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം? സേതുലക്ഷ്മി, കനത്ത സുരക്ഷ തന്നെയാണ് നെന്മാറ പോത്തുണ്ടിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നെന്മാറ പോത്തുണ്ടിയിലെ ഈ കൊലപാതകം നടന്ന ബോയൻ കോളനിയിലാണ് നമ്മളുള്ളത്. ഇവിടെ 377 പോലീസ് ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അത് പോത്തുണ്ടി മുതൽ ഈ ബോയൻ കോളനി കൊലപാതകം നടന്ന തെളിവെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. നേരത്തെ ചെന്താമരയെ പിടികൂടിയ ദിവസമുണ്ടായ സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ പോലീസ് സന്നാഹത്തെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ പ്രദേശത്തുള്ള ഈ കോളനിയിലുള്ള ആളുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. മറ്റ് നാട്ടുകാരും തന്നെ ഇവിടെയില്ല. എങ്കിൽ പോലും പോലീസ് ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് തന്നെയാണ് കൂടുതൽ ആളുകളെ ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തണം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ചെന്താമരയുടെ വീട്ടിൽ നിന്നുമാണ് അന്ന് ആയുധം കണ്ടെത്തിയിരുന്നത്. ആയുധവും അതോടൊപ്പം വിഷക്കുപ്പി ഉൾപ്പെടെയുള്ളത് കണ്ടെത്തിയിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ചെന്താമര ഒളിവിൽ പോയ സ്ഥലത്ത് അവിടെ മുഴുവൻ സ്ഥലങ്ങളിലേക്ക് ഒളിവിൽ കിടന്ന സ്ഥലത്തേക്കല്ല, അതിൽ പിടികൂടിയ സ്ഥലം ഉൾപ്പെടെയുള്ള അവിടേക്ക് പോയി തെളിവെടുപ്പ് നടത്തും. മറ്റൊന്ന്, ഈ ആയുധം കണ്ടെത്തിയത് എലവഞ്ചേരിയിൽ നിന്നാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എലവഞ്ചേരിയിൽ പോയി ആയുധം കണ്ടെത്തിയ സ്ഥലത്തും പോലീസ് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ വലിയ ഈ ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നിപ്പം ചെന്താമരയുമായി തെളിവെടുപ്പിന് ഇവിടേക്ക് വരികയാണ്. എന്താണ് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അവനക്ക് ശിക്ഷ കൊടുക്കണം. അവൻ മരിക്കണം എന്നാണ് എൻ്റെ വായ്മൊഴി. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കിട്ടാവുന്ന പ്രകാരം നല്ല രീതിക്ക് അനുസരിച്ചുള്ള ശിക്ഷ. അവൻ പരമാവധി ഇറങ്ങരുത്. ഇനി നിരപരാധികളെ കുറേ ജനങ്ങളെ അവൻ ദ്രോഹിക്കരുത്. അതായത് ഇനി അബദ്ധത്തിൽ ചിലപ്പോൾ അവൻ ചാടിയാലും ചാടും. ആ ഒരു സിറ്റുവേഷൻ വരരുത്. അതാണ് ഉദ്ദേശം. വരരുത്, തീർച്ചയായിട്ടും വരരുത് എന്നാണ് പറയാനുള്ളത്. നമ്മളോടൊപ്പം പുഷ്പ, ഇവർക്കായിരുന്നു അന്ന് വധഭീഷണി ഉണ്ടായിരുന്നത്. ഇന്നിപ്പം ഈ കേസിൽ ചെന്താമരയെ പിറ്റേ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുവരികയാണ്. എന്താണ് ഈ നിമിഷം പറയാനുള്ളത്? എന്താ നിമിഷം പറയും, നീ ജയിലിൽ ചാടാതെയും നീ വന്ന വക വരുത്തണ എന്നെയായിരിക്കും. അത് ഉറപ്പന്നെ.
പേടിയാണ്. പേടിയാണ്. അപ്പം അയാൾക്ക് എന്താ പറയുക, മരണം പറഞ്ഞ് ശിക്ഷ കൊടുക്കണം നല്ലത്. അതാണ് ഇപ്പം ഞങ്ങളിത്. ഇനി ഒരിക്കലും ഈ പോലീസിന്റെ ഭാഗത്ത് നേരത്തെ പോലെ ജാമ്യാവസ്ഥ ലംഘിച്ച് അങ്ങനത്തെ ഒരു വീഴ്ച വീഴ്ച ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയ വിശ്വാസമില്ല, എന്നാലും പറയുക. ഞങ്ങൾ ഇത്രയും പേര് പറഞ്ഞിട്ട് ഇപ്പം 2 ജീവൻ പോയില്ലേ, കുട്ടികൾ അനാഥികളായി, അതാ പറയണത്. അപ്പോൾ ഒരിക്കലും അയാൾക്ക് ഇനി അയാൾ വെളിയിൽ വരാതിരിക്കാൻ ഉള്ളത് കൊടുക്കണം. ജീവിതം വരുന്നത് അയാൾ ജീവനോട് അവിടെ തന്നെ കൊടുക്കണം. അയാൾ ജയിലിൽ തന്നെ അയാൾ ജീവിതം കൊടുക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. അതാണ് പുഷ്പ. അവർക്ക് വലിയ ഭീഷണിയാണ് നേരിട്ടിരുന്നത്. അവരാണ് ഇപ്പോൾ പറയുന്നത് ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഒരു വീഴ്ചയ്ക്കുള്ള ഫലമായിരുന്നു 2 കൊലപാതകങ്ങൾ, ഇരട്ട കൊലപാതകം എന്ന് പറയുന്നത്. അതിനി ആവർത്തിക്കാൻ പാടില്ല, അയാൾ പുറത്തിറങ്ങരുത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പോലീസ് സുരക്ഷയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 12:00 തന്നെ ഇവിടെ നിന്നും കോടതി നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നെന്മാറ പോത്തുണ്ടിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളാണ് പോലീസ് നടത്തുന്നത്. ശരി പ്രസാദ്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയ്ക്കായി ഇന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. ശേഷം ഇന്ന് തന്നെ നെന്മാറയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉറുമ്പശ്ശേരിയും ലവിൻ കെ വിജയനും.